ഇത് കണ്ട, ഇത് ഞാൻ വാങ്ങിച്ച പുതിയ വെളിച്ചെണ്ണ, കിടിലം വെളിച്ചെണ്ണ. അപ്പോൾ നിങ്ങളായിരിക്കും ഇത് പാലാണോ എന്ന് വിചാരിക്കും. അല്ല, ഇത് അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നപ്പോൾ ഈ കളറായി. അപ്പോൾ സംഭവത്തിലാണ് ഇത് ഒറിജിനൽ വെളിച്ചെണ്ണ എന്നുള്ളതാണ് തെളിവ്. കാര്യം ഇവിടെ കിട്ടിയാൽ ഒറിജിനൽ വെളിച്ചെണ്ണ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ വാങ്ങിക്കണതൊക്കെ അപ്പോൾ വെളിച്ചെണ്ണ ഇനി നോക്കിയായിരുന്ന അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. സംഭവം വെളിച്ചെണ്ണ വാങ്ങിക്കുക, അത് ഫ്രീസറിൽ വയ്ക്കരുത്, അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ കളർ വരണം, ഒരു തേങ്ങാപ്പാലിൻ്റെ കളർ വരും. അപ്പോൾ അത് ഒറിജിനൽ വെളിച്ചെണ്ണ ആണ് എന്നുള്ളതാണ് സംഭവം. നമ്മൾ മുമ്പ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്, അതാണ്. പക്ഷേ ഇപ്പോൾ 300 രൂപയ്ക്കും 250-നും 300-നും 320-നും ഒക്കെ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ 540 രൂപയായി. ഇവിടെ നമ്മളൊരു വേണ്ടപ്പെട്ട അറിയാവുന്ന ഒരു മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. കൊപ്ര അവിടെ എടുത്ത് കൊപ്ര ആട്ടിയെടുക്കുന്ന ഒരു മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുന്നത് മായമാണോ? ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒരുപാടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ എന്നും പറഞ്ഞുകൊണ്ട് ബിസിനസ് തട്ടിപ്പാണ് മക്കളെ, പറ്റിപ്പാണ്, നമ്മളെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നമുക്കറിയാം, ഇതിൽ വേറെ എന്തെങ്കിലും കളിപ്പീര് കാണുന്നു. അങ്ങനെയൊന്നുമില്ല. പണ്ട് കാലത്തെ നമ്മൾ തണുപ്പ് സമയത്ത് ഈ വെളിച്ചെണ്ണ ഉരുവി കിട്ടാൻ വേണ്ടി അടുപ്പിൻ്റെ മോളിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ ഇതുപോലെ ഉരുവി ഇടണം, അല്ലെങ്കിൽ സ്പൂണിൽ കോരി എടുക്കണം. അതാണ് അവസ്ഥ. ആ ഒറിജിനൽ വെളിച്ചെണ്ണ. ഇത് പറയുന്നത് FSSAI ആണ്, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവരാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുനോക്കി. വാങ്ങിക്കഴിക്കുന്ന എണ്ണ ശുദ്ധമാണോ എന്നെങ്കിലും അറിഞ്ഞിരിക്കണം. അതിനൊരു വഴിയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗമായ FSSAI നിർദ്ദേശിക്കുന്ന പരിശോധനാ മാർഗമാണിത്. പരമാവധി അരമണിക്കൂറെ വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. കേരയും അതുപോലെ തന്നെ കിലോ 480 രൂപ കൊടുത്ത് വാങ്ങിയ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും പാൽ നിറത്തിലായി. ഇനി കിലോ 320 രൂപയും 380 രൂപയും കൊടുത്ത് വാങ്ങിയ വെളിച്ചെണ്ണയ്ക്ക് അനക്കമേ ഉണ്ടായിട്ടില്ല. ഈ എണ്ണ 2 ലെയറായാണ് നിൽക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്തൊരു വസ്തു സാധാരണക്കാരൻ വാങ്ങി കഴിക്കുകയാണ്. ചില ഹോട്ടലുകാരും കാറ്ററിംഗുകാരും നമ്മൾ അറിയാതെ നമ്മളെ ഈ എണ്ണ കഴിപ്പിക്കുകയാണ്. ഉയർന്ന വിലയിട്ട് വിൽക്കുന്ന ഈ എണ്ണ എന്താണ്? ആരാണ് ഇതൊക്കെ വിപണിയിൽ എത്തിക്കുന്നത്? നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയേ മതിയാകും. ഞാൻ എന്തായാലും നമ്മളെ വെളിച്ചെണ്ണ ചെക്ക് ചെയ്ത്, നിങ്ങൾ ചെക്ക് ചെയ്താ ഒറിജിനലാണെന്ന്.